വലിയ നിഷേധിയാണ് ഫറോവ. ഇക്കാലത്തിന്റെ യുക്തിവാദത്തിന്റെയും നിരീശ്വരവാദത്തിന്റെയും അങ്ങേയറ്റത്തെത്തുന്ന 9 മാസവും തന്നെ ഗർഭാശയത്തില് നോമ്പാടത്തിനും ഒരു മര്യാദയുണ്ട്, ആ നിരീശ്വരവാദത്തിനും ഒരു മര്യാദയുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ യുക്തിവാദിയായിരുന്ന എടമറകിനെ പോലെയുള്ള ആളുകൾ പോലും ഒരു പ്രതിപക്ഷ ബഹുമാനത്തിനപ്പുറത്തേക്ക് യുക്തിവാദത്തിന്റെ തലങ്ങളെ കൊണ്ടുപോയിട്ടില്ല. പ്രതിപക്ഷ ബഹുമാനം പോയിട്ട് സ്വന്തം മാതാവിനെ പോലും പരിഹസിക്കുന്ന വിധം യുക്തിവാദം കടന്നു പോകുമ്പോ ഇതിന്റെയൊക്കെ നേതാവായ ഫറോവ പടച്ചവനെ കൊല്ലാൻ അബദ്ധജടിലമായ വാദത്തോടെ ആകാശത്തമ്പരതുണ്ടിയായ ഗോപുരം പണിത ഫറോവ. പെങ്ങളെ, ഞാനിത് പറഞ്ഞു നിന്നറിയോ, ഇത്രയും വലിയ അഹങ്കാരിയായൊരു മനുഷ്യന്റെ ഭാര്യയായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുസ്സഹമായ ഒന്നല്ലേ? അവസാനം സ്വന്തം ഭാര്യ തന്നെ അള്ളാഹുവിലെ അചഞ്ചലമായ വിശ്വാസമാണെന്നറിഞ്ഞപ്പോ തന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്ന പ്രിയപ്പെട്ട ഭാര്യ മലത്തിക്കടത്തിയിട്ട് അവളുടെ ശരീരത്തിലേക്ക് കുന്തമുന ഇങ്ങനെ കുത്തിയിറക്കി, ശരീരത്തിലേക്ക് പച്ചമൂർച്ചയുള്ള ആയുധം ഇങ്ങനെ കുത്തിയിറങ്ങുമ്പോ ആ പ്രിയപ്പെട്ട യുവതിയുടെ ശരീരത്തിലേക്ക് ചാട്ടവാറുകൾ ആഞ്ഞടിക്കുമ്പോ ആ സമയത്ത് ലോകചരിത്രത്തിന്റെ രക്തസാക്ഷിണികളുടെ മാതാവായി മാറിയ മഹതിയായ ആസിയ റളിയല്ലാഹു തആല അൻഹ ശരീരം ഇങ്ങനെ മരത്തിക്കടത്തിയിട്ട് മൂർച്ചയുള്ള ആയുധം പച്ചമാംസത്തിലൂടെ കുത്തിയിറക്കപ്പെടുമ്പോ ആയിരക്കണക്കിന് നിരപരാധികളുടെ ശവമഞ്ചമേറി ഫലസ്തീനിലൂടെ നടന്നുപോയ ആയിരക്കണക്കിന് ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി യാങ്കിപ്പടയുടെ വെടിയുണ്ടകൾ ഇടനെഞ്ചിലേക്ക് പിടന്നു കയറി രക്തസാക്ഷികളായ ആയിരക്കണക്കിന് ഫലസ്തീനിലെ രക്തസാക്ഷികൾ, അവർക്കെല്ലാം മാതൃകയായി ഊർജ്ജമായി നിലനിന്ന ഒരു പെണ്ണുണ്ട്, ആസിയ ബിന്ത് മസാഹിബിന്റെ മകളായ ആസിയ റളിയല്ലാഹു അൻഹ. മലത്തിക്കടത്തിയിട്ട ആ പച്ച പെണ്ണിന്റെ പെങ്ങളെ, ഈ കല്ലറയ്ക്കൽ എന്നെ കേൾക്കാൻ ഇങ്ങനെ തെടിച്ചുകൂടിയ സഹോദരിമാരോട്, നിങ്ങളെപ്പോലെ വികാരങ്ങളുള്ള, നിങ്ങളെപ്പോലെ വിചാരങ്ങളുള്ള, സ്വപ്നമുണ്ടായിരുന്ന, ആഗ്രഹമുണ്ടായിരുന്ന മക്കളെ താലോലിക്കാനും ഒരു ഉമ്മയായി ജീവിക്കാനും ഒരു നല്ല ഭാര്യയായി ജീവിക്കാൻ എല്ലാ ആഗ്രഹങ്ങളും ഉണ്ടായിരുന്ന, എന്നാൽ കൈയൊന്നു മാടി വിളിച്ചാൽ പരിചാരകരോടിയെത്തുന്ന, സ്വർണ്ണ ചഷകങ്ങളിൽ പാനം ചെയ്യാൻ കഴിയുന്ന ഭർത്താവിന്റെ തമ്മാടിത്തരത്തിനോടൊന്ന് ഒത്തുനിന്നാൽ, പടച്ചറപ്പിനോട് നേരെ ഒന്ന് കണ്ണടച്ചു നിന്നാൽ, ദുനിയാവിനെ ഒന്ന് പ്രണയിച്ചു പോയാൽ, വെഞ്ചാമരം വീശുന്ന തോഴിമാർ കൂടെ രാജ്ഞിയായിട്ട് ഈജിപ്തിന്റെ കിരീടവും വെച്ച് ജീവിക്കാൻ അസുലമായ ഭാഗ്യം കൈവെള്ളയിലിരിക്കെ മരത്തിക്കടത്തിയിട്ട് ശരീരത്തിലെ പച്ചമാംസത്തിലേക്ക് മൂർച്ചയുള്ള ആയുധം ഇങ്ങനെ കുത്തിയിറക്കുമ്പോ, ചാട്ടവാറ് ശരീരത്തിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുമ്പോ ആസിയ എന്ന യുവതിയുടെ ഒരു ദുആ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹുവേ അല്ലാഹുവേ റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. ചരിത്രത്തിൽ ഇതുപോലൊരു പ്രാർത്ഥനയുണ്ടാവില്ല. അല്ലാഹുവേ, ഞാൻ അനുഭവിക്കുന്ന വേദനകൾക്ക് പകരം എന്റെ ശരീരത്തിലോട്ട് കുത്തിയിറങ്ങുന്ന പച്ചമാംസത്തിലെ കരിച്ചിറങ്ങുന്ന വേദനകൾക്ക് പകരം, എന്റെ ശരീരത്തിൽ നിന്ന് ചിതറിത്തെറിച്ച രക്തത്തുള്ളികൾക്ക് പകരം, ഞാൻ ഒൽപ്പിച്ചു കളഞ്ഞ, ഞാൻ അവശേഷിപ്പിച്ച, വലിച്ചെറിഞ്ഞ എന്റെ സ്വപ്നങ്ങൾക്ക് പകരം, അല്ലാഹുവേ എനിക്ക് നിന്നോട് ചോദിക്കാൻ ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ. ആസിയക്ക് സൗന്ദര്യം വേണ്ട റബ്ബേ, ആസിയക്ക് സൗരഭ്യം വേണ്ട റബ്ബേ, ആസിയക്ക് ഈ ദുനിയാവൊന്നും വേണ്ട. അടുത്ത നിമിഷം എന്റെ കണ്ണടഞ്ഞിട്ട് നിന്റെ മാർഗത്തിൽ എന്റെ ജീവിതം അവസാനിക്കുമ്പോ, അല്ലാഹുവേ റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, നാളെ സ്വർഗത്തിൽ നീ എനിക്കൊരു വീട് തരണമെന്നല്ല. നമ്മൾ പലപ്പോഴും വാല് കേൾക്കുമ്പോ പറയുന്നത് ആസിയ ബീവി സ്വർഗത്തിലെ വീട് ചോദിച്ചെന്നാണ്. അല്ല അല്ല, ആസിയ ബീവിയുടെ ദുആ പടച്ചവനെ എല്ലാവരെയും പോലെ വിശാലമായ സ്വർഗത്തിൽ എവിടെയെങ്കിലും ഒരു വീട് ആസിയക്ക് വേണ്ട. ഇൻദക ബൈതൻ ഫിൽ ജന്ന,
എനിക്ക് സ്വർഗത്തിലൊരു വീട് വേണം റബ്ബേ. ആ വീട് സാധാരണ വീട് പോരാ, എന്തൊക്കെ നിന്റെ അടുത്തായിരിക്കണം എന്റെ വീട്. ആർക്കു വേണ്ടിയാണോ ഞാൻ കൊല ചെയ്യപ്പെട്ടത്, ആരെ വിശ്വസിച്ചതിനാണോ എന്റെ കൈകാലുകൾ വെട്ടിയെറിയപ്പെട്ടത്, ആർക്കു വേണ്ടി ഈമാൻ വെച്ചതിനാണോ എന്റെ സ്വപ്നങ്ങൾ കരിക്കപ്പെട്ടത്, ആരുടെ തക്ബീർ പറഞ്ഞതിനാണോ എന്റെ ഭർത്താവിനെ നാക്കുമുറിച്ചെടുത്തത്.